ഇന്ന് നമ്മൾ റെഡിയാക്കണത് നമ്മുടെ അമൃതം പൊടി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇത് നല്ല സോഫ്റ്റും മോയിസ്റ്റുമാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് റെഡിയാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കോഴിമുട്ടയാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. ഇനി മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാര പൊടിച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് മുട്ടയായിട്ടൊന്ന് മിക്സായി കിട്ടാനായിട്ടാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പഞ്ചസാരയൊക്കെ പൊടിക്കാതെയാണ് ചേർക്കണതെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ. നല്ലപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് വാനില എസൻസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയായി വരുന്ന സമയത്ത് മുട്ടയുടെ ആ ഒരു സ്മെല്ല് പോകാനായിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മെൽറ്റാക്കി എടുത്തിട്ടുള്ള നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല, ഇതിന് പകരം മെൽറ്റാക്കി എടുത്തിട്ടുള്ള ബട്ടറും ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇതുപോലെ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അമൃതം പൊടിയാണ്. ഞാൻ 1 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3-4 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കണില്ല. നമ്മൾ ചേർത്തിട്ടുള്ള മുട്ട വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുന്നത് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടും കൂടെ ഗോതമ്പ് പൊടി വേണ്ടി വരും. നമ്മൾ ആദ്യമൊക്കെ പൊടിയിട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇത് വല്ലാതെ ഒട്ടിപ്പിടിക്കും. അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും കുഴച്ചെടുക്കേണ്ടത്. ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയും കൂടി എടുക്കണം. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ പരത്തി കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. ഒരുപാട് തിന്നായിട്ടല്ല, കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. പരത്തിയെടുത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നമുക്കിതിങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പാക്കി കൊടുക്കാം. അതിനുശേഷം കത്തി വെച്ചിട്ട് കൂടെ 4 സൈഡ് നമുക്ക് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടും കൂടെ എടുക്കാം. നല്ല രുചിയുള്ള സ്വീറ്റാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കണ്ടോ, ഞാൻ ഈ ഒരു തിക്നെസ്സിലാണിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റിലേക്കുള്ള ഷുഗർ സിറപ്പാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കയാണെങ്കിൽ 1-2 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഇതിനി ഒറ്റനൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പീസസൊക്കെ ഇല്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അകമൊന്നും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടില്ല. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, 1-2 മിനിറ്റ് മാത്രം മതിയാകും. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷുഗർ സിറപ്പില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടാവണം കേട്ടോ. അപ്പോഴാണ് ഈ സ്നാക്കിലേക്ക് ഈ ഒരു ഷുഗർ സിറപ്പൊക്കെ നല്ലോണം അബ്സോർബ് ആകുള്ളൂ. ഷുഗർ സിറപ്പിന് ചൂട് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ചൂടാക്കിയിട്ട് ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സ്നാക്കിനും നമ്മുടെ ഷുഗർ സിറപ്പിനും നല്ല ചൂടുണ്ടാവണം. അപ്പോഴാണ് നമുക്കിത് നല്ല മോയിസ്റ്റായിട്ടും സോഫ്റ്റായിട്ടും ഒക്കെ കിട്ടുള്ളൂ. എല്ലാം തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഷുഗർ സിറപ്പൊക്കെ ഇത് വലിച്ചെടുത്തോളും. ഇനി ഇത് ഒത്തിരി സമയം നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു സമയം തന്നെ മതിയാകും. നല്ല ജ്യൂസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ഇട്ട് വെക്കാം കേട്ടോ.
ഞാനിത് ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു സമയം മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയണില്ലേ എത്രത്തോളം സോഫ്റ്റും മോയിസ്റ്റും ആണെന്ന്. വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ള ഈ ഒരു സ്വീറ്റ് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്